ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ പ്രവാചകർ എന്ന പഠന പരമ്പരയിലെ രണ്ടാം ഭാഗമായ ഇദ്രീസ് അലൈഹിസ്സലാമിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ രണ്ട് ഭാഗത്തായിട്ടാണ് ഇദ്രീസ് അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതൊന്ന് സൂറത്ത് മറിയമിലെ ഏകദേശം 54-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങിയിട്ടുള്ള ഭാഗത്ത്, 54 പിന്നീട് അതിനുശേഷമുള്ള ആയത്തുകൾ വന്ന് അവിടെ വിവിധ ആയത്തുകൾ അവിടെ പരാമർശിക്കുന്നുണ്ട്. വിവിധ പ്രവാചകന്മാരെ പരാമർശിക്കുന്ന ഭാഗമാണ് 54-മുള്ള ആയത്ത്. അതിൽ 56 മുതൽ 57, 58 ഭാഗങ്ങളിലുള്ള ഒരു പരാമർശത്തിലാണ് ഇദ്രീസ് അലൈഹിസ്സലാമിനെ കുറിച്ച് ആദ്യം ഖുർആൻ പരാമർശിക്കുന്ന ഒരു ഭാഗം. മറ്റൊന്ന് സൂറത്തു അൽ അംബിയായിൽ ഇതേപോലെ തന്നെ 85, 86 ആയത്തുകളിലെ ഒരു പരാമർശം നമുക്ക് കാണാം. ഇങ്ങനെ ഈ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഇദ്രീസ് അലൈഹിസ്സലാമിനെ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണുവാൻ കഴിയുന്നത്. ഇദ്രീസ് അലൈഹിസ്സലാമിൻ്റെ ഈ ആയത്തുകളിലേക്കുള്ള ചർച്ചകൾക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം, സാധാരണ നമുക്കറിയാം മുൻകാല പ്രവാചകന്മാരെ കുറിച്ചുള്ള ചരിത്രം നമുക്ക് ലഭിക്കുന്നത് അത് മുൻകാല വേദഗ്രന്ഥങ്ങളിൽ നിന്നാണ്. അത് സ്വാഭാവികമായും ഇപ്പോൾ ബൈബിൾ ആയിരിക്കണം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ബൈബിളിലെ ഉൽപ്പത്തി പോലുള്ള ഭാഗങ്ങളിലും അവിടെ പ്രവാചകന്മാരെ വിശദീകരിക്കുന്ന ഭാഗങ്ങളിലെ പരാമർശങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ പഠിക്കുന്നത്. അതൊരു പ്രധാന സോഴ്സായി മാറ്റപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ മുൻകാല പ്രവാചകന്മാരെ കുറിച്ചിട്ടുള്ള ചരിത്രം പറയുമ്പോഴെല്ലാം ബൈബിൾ പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആദം അലൈഹിസ്സലാമിൻ്റെ മകൻ സേത്ത്, അദ്ദേഹത്തിൻ്റെ മകൻ ഉനൂസ്, അദ്ദേഹത്തിൻ്റെ മകനായ കനാൻ, അദ്ദേഹത്തിൻ്റെ മകൻ മെഹ്ലായീൻ, ഈ മെഹ്ലായീൻ്റെ മകനായ ഇദ്രീസ് എന്നുള്ള ഒരു ഓർഡറാണ് നമുക്ക് ബൈബിളിൽ കൂടി കാണുവാൻ കഴിയുന്നത്. പക്ഷേ വേറെയും ചില പണ്ഡിതന്മാർ പറയുന്നത് ഇദ്രീസ് എന്നുള്ളത് അത് അറബി പദമല്ല, അത് എസ്ര എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അതിൽ നിന്ന് രൂപപ്പെട്ട പദമാണ് ഇദ്രീസ് എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ മറ്റു ചില മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത് ദറസ് എന്നുള്ള, അതായത് വിജ്ഞാനം പഠിപ്പിക്കുന്ന, ക്ലാസ് എടുക്കുന്ന, ദറസ് നടത്തിയ ആദ്യത്തെ മനുഷ്യൻ എന്ന രീതിയിൽ ഇദ്രീസ് അലൈഹിസ്സലാം ആ ഒരു പദത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് മുസ്ലിം പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വേറെയും ചില വിശദീകരണങ്ങൾ കാണുന്നത് ആൻഡ്രിയാസ് എന്നുള്ള മറ്റൊരു ഗ്രീക്ക് പദത്തിൻ്റെ ഒരു ലോപമാണ്, അതിൻ്റെ ഒരു ലോപീകരിച്ച രൂപമാണ് ഇദ്രീസ് എന്നുള്ള ഒരു പദം എന്ന രീതിയിലും വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഹീബ്രു ഭാഷയിൽ നിന്ന് രൂപപ്പെട്ട ഖനൂഖ്, യനൂഖ് എന്ന് ബൈബിളിൽ പരാമർശിക്കുന്ന ഒരു പ്രവാചകൻ ആണ് ഇദ്രീസ് അലൈഹിസ്സലാം എന്നുള്ളൊരു വിശദീകരണമാണ് ഒട്ടുമിക്ക ഇസ്ലാമിക പണ്ഡിതന്മാരും ഇദ്ദേഹത്തിൻ്റെ ഒരു പേരിൻ്റെ ഒറിജിനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തെ പരാമർശിച്ചുകൊണ്ടുള്ള വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് എനോഖ് എന്ന് ഇംഗ്ലീഷിൽ എഴുതുന്നു, ഖനൂഖ് എന്ന് വായിക്കുന്നു, അതുപോലെ അഖ്നൂഖ് എന്ന് അറബിയിൽ എഴുതാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിവിധ പേരുകളിൽ കൂടിയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വേറെയും ചില ബൈബിൾ പരാമർശങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദം അലൈഹിസ്സലാമിന് ശേഷം പിന്നീട് സേത്ത് പ്രവാചകനാവുകയും അദ്ദേഹത്തിന് ശേഷം പ്രവാചകത്വം കിട്ടിയ ആളാണ് ഇദ്രീസ് നബി എന്നുള്ളൊരു വിശദീകരണം നമുക്ക് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണുവാൻ കഴിയും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ചരിത്രപരമായ ഒരു പ്രത്യേകത, ഇദ്ദേഹം ജനിച്ച നാടിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അത് 3 തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ ഒന്ന്, അദ്ദേഹം ജനിച്ചത് ഫലസ്തീനാണെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്.
വേറെ ചില നിരീക്ഷണങ്ങളിൽ അദ്ദേഹം ബാബിലോണിൽ ജനിച്ചു എന്നൊരു കാഴ്ചപ്പാടും, മൂന്നാമത് അദ്ദേഹം അത് മിസ്റിൽ ഈജിപ്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നുള്ളൊരു വീക്ഷണം നമുക്ക് കാണുവാൻ കഴിയും. വേറെ ചില ചരിത്ര നിരീക്ഷണങ്ങളിലൂടെ കാണുവാൻ കഴിയുന്നത് അദ്ദേഹം ബാബിലോണിൽ ജനിച്ച് പിന്നീട് ഒരു നിർണായക ഘട്ടത്തിൽ ഈജിപ്തിലേക്ക് അദ്ദേഹം റെഫ്യൂജിയായി അല്ലെങ്കിൽ അങ്ങോട്ട് താമസം മാറി എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്രീസ് അത് ദറസ് എന്നുള്ള പദത്തിൽ നിന്നാണെന്നുള്ള അഭിപ്രായം പറഞ്ഞത് ബൈലാവിനെ പോലുള്ള പ്രമുഖരായ പണ്ഡിതന്മാരാണ്. പിന്നെ അതുപോലെ ബൈബിളിൽ ഉൽപ്പത്തി ഭാഗങ്ങളിലാണ് എനോഖ് എന്നുള്ള പദപ്രയോഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് വിവിധ കിതാബുകളെ നമുക്ക് കാണുവാൻ കഴിയും. അതായത് ബുക്ക് ഓഫ് എനോക്ക് അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഖനൂക്ക് എന്ന രീതിയിൽ ഒരു ബുക്കിനെ കുറിച്ച് ബൈബിളിൽ നമുക്ക് പരാമർശം കാണുവാൻ കഴിയും. ഈ തരത്തിലുള്ള ഒരു ജീനിയോളജിയാണ് നമുക്ക് ഇദ്രീസ് നബിയെ കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങളായി കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം ഇദ്ദേഹത്തെ പരിശുദ്ധ ഖുർആനിൽ 2 ഭാഗങ്ങളിലെ പരാമർശിച്ചിട്ടുള്ളൂ എന്ന് മാത്രമല്ല, ഹദീസുകളിൽ പ്രബലമായ ഹദീസുകളിൽ ആകെ ഒന്ന് അത് ഇസ്രാ മിറാജ് സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലുമൊത്ത് യാത്ര തിരിക്കുമ്പോൾ 4ാമത്തെ ആകാശ വേളയിൽ വെച്ച് അവിടെ ഇദ്രീസ് നബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിക്കുന്ന ഒരു ഭാഗം നമുക്ക് ഇസ്രാ മിറാജിൻ്റെ സന്ദർഭത്തിൽ കാണുവാൻ കഴിയും. അത് ഇങ്ങനെയാണ് എൻ്റെ വിശദീകരണം വരുന്നത്. അവിടെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറയുന്നത്, അദ്ദേഹം ജിബ്രീൽ നമ്മയും കൊണ്ട് 4ാം ആകാശത്തിലേക്ക് യാത്ര തിരിക്കുന്നു. അവിടെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഒരു സൗണ്ട് വരുന്നു, ആരാണെന്ന് പറയുമ്പോൾ ഞാൻ ജിബ്രീലാണ്. കൂടെ ആരാണുള്ളതെന്ന് പറയുമ്പോൾ മുഹമ്മദാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ സൗണ്ട് ചോദിക്കുന്നു, അദ്ദേഹം നിയോഗിക്കപ്പെട്ട ആളാണോ നബിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ നബിയാണെന്ന് പറയുമ്പോഴും വാതിൽ തുറക്കപ്പെടുന്നു. അങ്ങനെ ഇദ്രീസ് നബി പുറത്തു വരികയും ഇദ്രീസ് നബിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംഗമിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. അതല്ലാതെ വേറെ വിശദീകരണങ്ങളൊന്നും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണുവാൻ കഴിയില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ഭാഗങ്ങളിലായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്രീസ് അലൈഹിസ്സലാമിനെ പരാമർശിക്കുന്നത്. അത് സൂറത്ത് മറിയമിൽ 56ാമത്തെ ആയത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പറയുന്നത് വദ്കുർ ഫി കിതാബി ഇദ്രീസ് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ വറഫഅനാഹു മകാനൻ അലിയ എന്ന ഈ 2 ആയത്തുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ വേദത്തിൽ നിങ്ങൾ ഇദ്രീസിനെ അനുസ്മരിക്കുക. എന്നിട്ട് പറയുന്നു ഇന്നഹു കാന സിദ്ദീഖൻ നബിയ, അദ്ദേഹം സത്യസന്ധനായ വ്യക്തിയും പ്രവാചകനുമായിരുന്നു എന്നുള്ള വിശദീകരണം പറയുന്നു. എന്നിട്ട് അടുത്ത ആയത്തിൽ വറഫഅനാഹു മകാനൻ അലിയ, അള്ളാഹു പറയുന്നത് നാം അദ്ദേഹത്തെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തി എന്നുള്ളൊരു വിശദീകരണമാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മറിയമിലെ 56-57 ആയത്തിൽ പറയുന്നത്. അതിനുശേഷമുള്ള ഒരു ആയത്തിൻ്റെ ഈ അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് എന്ന് വിശദീകരിക്കുവാൻ വേണ്ടി പണ്ഡിതന്മാർ അതിനുശേഷമുള്ള ഒരു ആയത്തിനെ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ശേഷമുള്ള ആയത്ത് സൂറത്ത് മറിയമിൽ തന്നെ 58ാമത്തെ ആയത്താണ്. അതിൽ ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യിന മിൻ ദുർരിയത്തി ആദം വമിമ്മൻ ഹമൽനാ മഅ നൂഹ് വമിമ്മൻ ദുർരിയത്തി ഇബ്രാഹീം വഇസ്രായീൽ വമിമ്മൻ ഹദൈനാ വജ്തബൈനാ ഇദാ തുത്ലാ അലൈഹിം ആയാത്തുർ റഹ്മാൻ ഖറൂ സുജ്ജദൻ വബുക്കിയ എന്ന് പറയുന്ന ആയത്താണ്. ഈ അവസാനത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് അത് ആദം അലൈഹിസ്സലാമിനും അതുപോലെ തന്നെ നൂഹ് അലൈഹിസ്സലാമിനും ഇടയിൽ വന്ന പ്രവാചകനായിട്ടാണ് അള്ളാഹു ഇദ്രീസ് അലൈഹിസ്സലാമിനെ പരാമർശിക്കുന്നത് എന്ന് ഈ പറഞ്ഞ ആയത്തിനെ സൂറത്ത് മറിയമിലെ 58ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രമുഖരായ ഏകദേശം എല്ലാ മുഫസ്സിറുകളും ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ ആയത്തിൻ്റെ അർത്ഥം തന്നെ നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇവർ അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാരാണ്. ആദമിൻ്റെ സന്തതികളിലും നാം നൂഹിനൊപ്പം കപ്പലിൽ വഹിച്ചവരിലും ഇബ്രാഹിമിൻ്റെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും വംശത്തിലും നാം സന്മാർഗം നൽകുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തവരിലും പെട്ടവരത്ര ഇവരൊക്കെയും. അതായത് ഓരോ വംശത്തിൻ്റെ പേര് പറയുന്നു.
അതിൽ ആദം അലൈഹി ഇസ്ലാമിൻ്റെ വംശത്തിലുള്ള പ്രവാചകന്മാരെ പറയുന്നു, അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ വംശത്തിലുള്ള പ്രവാചകന്മാരെ പറയുന്നു, ഇസ്രായേൽ വംശത്തിലുള്ള പിന്നീടുള്ള പ്രവാചകന്മാരെയും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഇത് ആദം അലൈഹി ഇസ്ലാമിൻ്റെ വംശപരമ്പരയിലുള്ള ആളാണ് ഇദ്രീസ് എന്നുള്ള വിശദീകരണമാണ് പണ്ഡിതന്മാർ ഈ ഒരു ആയത്തിന് കൊടുക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം, അതായത് ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെ രണ്ടാമത് പരാമർശിക്കുന്നത് അത് സൂറത്തുൽ അംബിയയിലെ 85-ാമത്തെ ആയത്താണ്. അത് വ ഇസ്മായിൽ വ ഇദ്രീസ് വദൽ കിഫിൽ കുല്ലു മിനസ് സ്വാബിരീൻ വ അദ്ഖൽനാഹും ഫി റഹ്മത്തിന ഇന്നഹും മിനസ് സ്വാലിഹീൻ. ഈ രണ്ട് ആയത്തുകൾ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇസ്മായിലിനും ഇദ്രീസിനും ദുൽകിഫിലിനും ഇതേ അനുഗ്രഹം നാം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുല്ലു മിനസ് സ്വാബിരീൻ, അവരൊക്കെയും ക്ഷമയുള്ളവരായിരുന്നു. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് വ അദ്ഖൽനാഹും ഫി റഹ്മത്തിന, അവരെ നമ്മുടെ കാരുണ്യത്തിൽ നാം പ്രവേശിപ്പിച്ചു. ഇന്നഹും മിനസ് സ്വാലിഹീൻ, തീർച്ചയായും അവർ സച്ചരിതരിൽ പെട്ടവരായിരുന്നു എന്നുള്ള ഒരു വിശദീകരണമാണ് നമുക്ക് ഈ ആയത്തുകളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഈ രണ്ട് ആയത്തുകളിലും എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇദ്രീസ് അലൈഹിസ്സലാമിനെ പരാമർശിച്ചത് എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു കാമ്പ്. കാരണം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം, അദ്ദേഹത്തിൻ്റെ മരണം, അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇബ്രാഹിം നബി, ബാക്കിയുള്ള പ്രവാചകന്മാരെ പോലെയുള്ള വിശദീകരണങ്ങൾ നമുക്ക് ഖുർആനിൽ കാണുവാൻ കഴിയില്ല. ഖുർആനിൽ ഉള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതം തന്നെ സമർപ്പിച്ച, പ്രബോധനം നടത്തിയ, അതുപോലെ തന്നെ ഇസ്ലാഹ് നടത്തിയ, അള്ളാഹുവിൻ്റെ വാക്കിനെ അതേപോലെ സത്യസന്ധമായി സ്വീകരിച്ച ഒരു മനുഷ്യനെ, ഒരു പ്രവാചകനെ എന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ആയത്തിൽ നോക്കുക, അള്ളാഹു പറയുന്നത് വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ് അലൈഹിസ്സലാമിനെ ഈ കിതാബിൽ നിങ്ങൾ അനുസ്മരിക്കുക, ഇദ്രീസ് അലൈഹിസ്സലാമിനെ നിങ്ങൾ ഓർക്കുക, അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്ന ഒരു പരാമർശം ഖുർആനിൽ പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണമായി പറയുന്നത് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ, അദ്ദേഹം സിദ്ദീഖായിരുന്നു, അദ്ദേഹം സത്യസന്ധനായിരുന്നു. പിന്നീട് പറയുന്ന നബിയ, അദ്ദേഹം പ്രവാചകനായിരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും തുടർന്ന് പറയുന്നത് റഫഅനാഹു മക്കാനൻ അലിയ, അദ്ദേഹത്തെ നാം ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തി, ഉന്നത സ്ഥാനീയരായ പ്രവാചകന്മാരിലെ ഒരാൾ. അതുപോലെ തന്നെ പ്രവാചകൻ എന്നുള്ള സ്റ്റാറ്റസ്, അതുപോലെ തന്നെ അള്ളാഹുവിനെ എല്ലാം അതുപോലെ തന്നെ കീഴ്വണങ്ങിയ, അംഗീകരിച്ച സത്യസന്ധനായ ഒരു പ്രവാചകൻ എന്ന വിശദീകരണമാണ് ഈ ആയത്തിൽ കൂടി നൽകുന്നത്. അതിനുശേഷമുള്ള വിശദീകരണവും അള്ളാഹു നിഅമത്ത് നൽകിയ ഉലൈകല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീൻ എന്നുള്ള വിശദീകരണത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ നിഅമത്ത് ലഭിച്ച പ്രവാചകന്മാർ എന്നുള്ളൊരു വിശദീകരണവും കൂടി ഈ ആയത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൂറത്തുൽ അംബിയയിലും ഇദ്രീസ് അലൈഹിസ്സലാമിനെ പരാമർശിക്കുമ്പോൾ സബ്ർ ജീവിതത്തിൽ സൂക്ഷിച്ച ഒരാൾ എന്ന നിലയിലാണ് ഇദ്രീസ് അലൈഹിസ്സലാമിനെ ഇസ്മായിലിലൂടെയും ദുൽകിഫിലിനെയും പരാമർശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയയിലെ 85-ാമത്തെ ആയത്തിൽ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും പറയുന്നത് വദ്ഖൽനാഹും ഫി റഹ്മത്തിന, നമ്മുടെ കാരുണ്യത്തിൽ നാം അവരെ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അർഹരായ ഒരു വിഭാഗം എന്നുള്ള വിശദീകരണം ഈ ആയത്തിൽ കാണാം. അതുപോലെ തന്നെ ഇന്നഹും മിനസ് സ്വാലിഹീൻ, ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽപ്പെട്ടവർ എന്ന രീതിയിലുള്ള വിശദീകരണവും കാണാം. ഇവിടെ ഇദ്രീസ് അലൈഹിസ്സലാമിൻ്റെ സ്വഭാവ മഹിമയെ അള്ളാഹു വിശദീകരിക്കുന്നു. ഈ ആയത്തുകളിൽ അള്ളാഹു സബർ, ഇദ്രീസ് അലൈഹിസ്സലാമിൻ്റെ സബറിനെ, നീണ്ട കാലഘട്ടത്തിൻ്റെ പ്രബോധന പരിചയത്തെ ആണ് നമുക്ക് ബൈബിളിൽ കൂടി അല്ലെങ്കിൽ ഇസ്രായേൽ കഥകളിൽ കൂടി ഇദ്രീസ് അലൈഹിസ്സലാമിൻ്റെ പ്രബോധന കാലഘട്ടത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിൽ ബൈബിളിൽ തന്നെ വ്യത്യസ്ത കണക്കുകളാണ് പറയുന്നത്. അതായത് ബൈബിളിലെ കണക്ക് പ്രകാരം ഇദ്രീസ് അലൈഹിസ്സലാമിന് ഏകദേശം 365ഓളം വർഷമാണ് ഇദ്ദേഹം ദഅവത്ത് നടത്തിയത് അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചത് എന്നുള്ളൊരു പരാമർശമാണ് ബൈബിളിൽ നൽകുന്നത്. എന്നാൽ തൽമൂദിൽ, യഹൂദരുടെ വേദഗ്രന്ഥമായ തൽമൂദിൽ, അവരുടെ ഫിഖ്ഹി ഗ്രന്ഥമാണ് തൽമൂദ്, അതിൽ ഏകദേശം 358 എന്നുള്ളൊരു കണക്കാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതായത് നീണ്ട കാലം പ്രബോധനം നടത്തിയ, ആ സമൂഹത്തിൽ അവിടെ ഇസ്ലാഹ് നടത്തിയ,
പ്രബോധനം നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും അവർക്ക് വേണ്ട തരത്തിലുള്ള ഇസ്ലാഹ് നടത്തിയ ഒരു പ്രവാചകൻ എന്ന രീതിയിലാണ് മുൻകാല വേദഗ്രന്ഥങ്ങളിലുള്ള ഈ ബൈബിളിലും അത് തൽമൂദിലുമുള്ള പരാമർശം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു നുബൂവത്ത് തുടങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചതുപോലെ 40ാമത്തെ വയസ്സിലാണ് എന്നുള്ളൊരു കണക്കും നമുക്ക് മുസ്ലിം വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിക്കുവാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ, ഇത്രയും വർഷം ജീവിച്ചു, ഇത്രാം വർഷം അദ്ദേഹം നുബുവത്ത് ലഭിച്ചു എന്നുള്ള പരാമർശങ്ങളെല്ലാം ഈ ഖുർആനിൽ നമുക്ക് കാണുവാൻ കഴിയില്ല, ഹദീസിൽ പ്രബലമായ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയില്ല. മുൻകാല ഇസ്രായേലി കഥകളിലും അതുപോലെ തന്നെ അവർക്ക് ലഭിച്ച വേദഗ്രന്ഥങ്ങൾ ഇന്ന് ബാക്കിയുള്ള ബൈബിളിലും അതുപോലെ തൽമൂദുകളിലുമെല്ലാമാണ് ഈ പരാമർശങ്ങൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇദ്രീസ് അലൈഹിസ്സലാമിൻ്റെ സവിശേഷതകൾ നമുക്ക് വേദഗ്രന്ഥങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ മുസ്ലിം ലിറ്ററേച്ചറിലൂടെ കടന്നു പോകുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഇദ്രീസ് അലൈഹിസ്സലാമിൻ്റെ ചില സാമൂഹികമായ ചില മാനങ്ങളാണ്. അദ്ദേഹം ഈ പ്രബോധനം നടത്തുകയും അതായത് കാബീലിൻ്റെ വംശപരമ്പരയിലുള്ള മക്കളെ അവരുടെ പിൻഗാമികൾക്ക് പ്രബോധനം നടത്തുകയും അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും അവരെ അംഗീകരിക്കാത്തവർക്കെതിരെ ഇസ്ലാമിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയും അങ്ങനെ അവരുടെ തന്നെ ഒരു രാജാവായി മാറുന്ന ഒരു ചരിത്രത്തെക്കുറിച്ച് മുസ്ലിം പണ്ഡിതന്മാർ പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു 3 സവിശേഷത ഇദ്ദേഹത്തെ ചരിത്രത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഒന്ന്, അദ്ദേഹം സുൽത്താനായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, അദ്ദേഹം ഒരു സ്കോളറായിരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്, സ്വാഭാവികമായും ഖുർആൻ തന്നെ പരാമർശിച്ച നുബുവത്ത് ലഭിച്ച നബിയായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഈ 3 സവിശേഷതകളുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് നമുക്ക് മുൻകാല ചരിത്ര ഗ്രന്ഥങ്ങൾ കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഇദ്രീസ് അലൈഹിസ്സലാമിനെ കുറിച്ച് പരാമർശിക്കുന്നത് അദ്ദേഹം കിങ് ആയിരുന്നുവെങ്കിൽ പോലും, രാജാവായിരുന്നുവെങ്കിൽ പോലും നിത്യജീവിതത്തിൽ വളരെ സാധാരണക്കാരനായ മനുഷ്യന്മാരെ പോലെ ജീവിതം നയിച്ച് തീർത്ത ഒരാൾ എന്ന നിലയിലാണ്. അദ്ദേഹത്തിൻ്റെ വിവിധ ജോലികളെക്കുറിച്ചുള്ള ചരിത്ര പരാമർശം കാണുന്നത് നൂൽ നൂറ്റുകൊണ്ട് സ്വന്തം വസ്ത്രം ഉണ്ടാക്കുകയും അത് ഒരു പരുത്തി വസ്ത്രം ആദ്യമായി ധരിച്ച ഒരാൾ എന്നൊരു പരാമർശം നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ആദ്യമായി നിരവധി കാര്യങ്ങൾ ചെയ്ത ഒരാൾ എന്ന ചില പരാമർശങ്ങളും ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അത് പ്രധാനമായും പേന കൊണ്ട് എഴുതിയ ഒരാൾ എന്ന രീതിയിലുള്ള ഒരു പരാമർശം, അതുപോലെ തന്നെ ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിവരം ഉള്ള പണ്ഡിതനായ ഒരാൾ എന്ന നിലയിൽ, അതുപോലെ തുലാസ് ഉപയോഗിച്ച ഒരാൾ എന്ന നിലയിൽ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൂളൻ ഡ്രസ്സ്, പരുത്തി വസ്ത്രം ആദ്യമായി ഉണ്ടാക്കുകയും ധരിച്ച ഒരാളെന്ന നിലയിൽ പരാമർശം നമുക്ക് കാണുവാൻ കഴിയും. അതായത് റൂഹുൽ ബയാൻ പോലുള്ള ഷെയ്ഖ് ഇസ്മായിൽ ഹക്കി എഴുതിയ റൂഹുൽ ബയാൻ പോലുള്ള ഈ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയുള്ള ചില പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹത്തിന് ആവശ്യമായ ദഅവത്ത്, അവർക്കിടയിൽ ആവശ്യമായ ഇസ്ലാഹ് എന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നത്. അതുപോലെ മുസ്ലിം ലിറ്ററേച്ചറുകളിൽ, പ്രത്യേകിച്ച് സൂഫി ലിറ്ററേച്ചറുകളിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം വളരെ മഹനീയമായ സ്ഥാനമാണ് അവർ നൽകിയിരിക്കുന്നത്. അത് ഇബ്നു അറബീനെ പോലുള്ള ഫിലോസഫറായ സൂഫി പണ്ഡിതന്മാരെല്ലാം അവരുടെ ഒരു ഡ്രീം വിഷനിലെല്ലാം ഇദ്രീസ് നബിയെ കണ്ടു എന്നുള്ള ചില പരാമർശങ്ങളൊക്കെ നമുക്കുണ്ട്. അതിൽ സ്വാഭാവികമായും മെറ്റാഫിസിക്കലായ വർത്തമാനങ്ങളാണ്, ഫിലോസഫിയാണ്, മിസ്റ്റിക്കൽ ഡൈമെൻഷനാണ് എന്നൊക്കെ വിശദീകരിക്കാമെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു പരാമർശം നമുക്ക് കാണുവാൻ കഴിയും. ഇബ്നു അറബി തന്നെ ഇദ്രീസ് അലൈഹിസ്സലാമിനെ തത്വചിന്തകന്മാരുടെ പ്രവാചകൻ എന്നുള്ളൊരു വിശദീകരണം നമുക്ക് കൊടുക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മുസ്ലിം ചരിത്ര രചനകളിൽ ഏകദേശം ഇദ്ദേഹത്തിന് 30ഓളം ഏടുകൾ ലഭിച്ചു എന്നുള്ളൊരു പരാമർശം കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ ബൈബിളിൽ പരാമർശിക്കുന്ന ബുക്ക് ഓഫ് എനൂഖ് എന്ന് പറയുന്ന ബുക്കും അതുപോലെ തന്നെ സെക്കൻഡ് ബുക്ക് ഓഫ് എനൂഖ് എന്ന് പറയുന്ന മറ്റൊരു ഭാഗവും, ബൈബിളിൽ ചേർക്കപ്പെട്ട ഈ 2 ഭാഗങ്ങളും അതിൽ ഇദ്രീസ് അലൈഹിസ്സലാമിന് ലഭിച്ച വേദഗ്രന്ഥങ്ങളുടെ പിൽക്കാല രൂപങ്ങളാണ് എന്നുള്ളൊരു പരാമർശമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മുസ്ലിം രചനകളിൽ ഇദ്രീസ് അലൈഹിസ്സലാമിനെ ഹിക്മത്തിൻ്റെ ഒരാളെന്ന നിലയിൽ, ഇൽമിൻ്റെ ഒരു കേദാരം എന്ന നിലയിൽ, അതിൻ്റെ ഒരു സെൻറ്റർ എന്ന നിലയിലൊക്കെയാണ് ഇദ്ദേഹത്തെ പരാമർശിക്കുന്നത്.
സ്വാഭാവികമായും ഒരു സമൂഹത്തിൻ്റെ അധികാരം നടത്തിയ കിങ്ങായ, അതുപോലെ തന്നെ ഒരു ആലിമായ, അവർക്കിടയിൽ സാധാരണക്കാരനായി ജീവിച്ച, എന്നാൽ ഖുർആൻ പരാമർശിക്കുന്നത് പോലെ സൊബർ, നീണ്ട വർഷക്കാലം ഇസ്ലാമിന് വേണ്ടി ദഅവത്ത് നടത്തിയ ഒരു സാബിർ എന്ന നിലയിൽ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ച ആളെന്ന നിലയിൽ, അള്ളാഹുവിൻ്റെ സന്ദേശത്തെ അതേപടി നടപ്പിലാക്കുവാൻ അള്ളാഹുവിനോട് സത്യസന്ധമായ സമീപനം സ്വീകരിച്ച സിദ്ദീഖ് എന്നുള്ള വിശേഷണം ലഭിച്ച ഒരാളെന്ന നിലയിലും, ആ ഒരു വിശേഷണം ലഭിച്ചത് കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇദ്ദേഹത്തെ അത്യുന്നതമായ സ്ഥാനത്തേക്ക് നാം ഉയർത്തി എന്നുള്ളൊരു വിശദീകരണമാണ്. അത് ഇതിനെ ചില ഈ ഒരു വിശദീകരണവുമായി ബന്ധപ്പെട്ട ചില തഫ്സീറുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ചില ഇസ്രായേലി വിശദീകരണങ്ങളുണ്ട്. അതായത് വറഫഅനാഹു മക്കാനൻ അലിയ എന്നുള്ള ആയത്തിൻ്റെ അർത്ഥം നാം ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തി എന്നുള്ളതാണ്. പക്ഷേ ചില തഫ്സീറുകളിൽ പറയുന്നത് അദ്ദേഹത്തെ ആകാശത്തേക്ക് ഉയർത്തി എന്നുള്ള ചില കഥകളൊക്കെയും മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈബിളിലെല്ലാം ദൈവം അയാളെ എടുക്കയാൽ അയാൾ അപ്രത്യക്ഷനായി എന്നൊരു പരാമർശം ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ തൽമൂദിൽ ഇദ്രീസ് അലൈഹി സ്വലാമിനെ കുറിച്ചിട്ടുള്ള വിശദമായ ഒരു കഥയുണ്ട്. ആ കഥയിൽ ഇദ്രീസ് അലൈഹി സ്വലാം ഒരു ചുഴലിക്കാറ്റിൽ അദ്ദേഹം ഈ അശ്വങ്ങളോടൊപ്പം തന്നെ ആകാശത്തേക്ക് കയറിപ്പോയി എന്നുള്ളൊരു വിശദീകരണമാണ്. എന്ത് തന്നെ ആണെങ്കിലും ബൈബിളിലും തൽമൂദിലുമെല്ലാം ആകാശത്തേക്ക് കയറിപ്പോയ ഒരു പ്രവാചകൻ എന്ന രീതിയിലാണ് പരാമർശിക്കുന്നത്. പക്ഷേ ഖുർആനിൽ അത് ആ ഒരു തരത്തിലല്ല. ഖുർആനിൽ നമുക്ക് ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തി ഉന്നത പദവി നൽകി എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇസ്രായേലി കഥകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിശദീകരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നൽകുന്നത്. ഈ ഒരു തരത്തിൽ ആദം അലൈഹിസ്സലാമിന് ശേഷം നൂഹ് അലൈഹിസ്സലാമിന് മുമ്പ് ഇസ്ലാമിക പ്രബോധനം നടത്തുകയും അള്ളാഹുവിൻ്റെ പ്രവാചകത്വം ഏറ്റെടുത്ത് നീണ്ടകാലം മനുഷ്യ സമൂഹത്തിനിടയിൽ അള്ളാഹുവിൻ്റെ സന്ദേശം വ്യാപിപ്പിക്കുകയും ചെയ്ത, അവർക്കിടയിൽ പിന്നീട് ഭരണാധികാരിയായി മാറിയ വലിയൊരു പണ്ഡിതനായ, ഹക്കീമായ, യുക്തിജ്ഞാനിയായ, തത്വജ്ഞാനിയായിരുന്ന, അതുപോലെ തന്നെ സാധാരണക്കാരനായി ജീവിച്ച, അതുപോലെ തന്നെ സൂറത്തുൽ അംബിയാൻ വിശദീകരിച്ചതുപോലെ തന്നെ സൊബറിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി മാറിയ ഒരു പ്രവാചകൻ എന്ന തലത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുകളിൽ നമുക്ക് ഇദ്രീസ് അലൈഹിസ്സലാമിനെ വിശദീകരിച്ചിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.